മക്കളെ, കഴിഞ്ഞ ദിവസം നടന്ന അസിസ്റ്റന്റ് ടൈം കീപ്പർ എക്സാം 10th ലെവൽ എക്സാം ആയിരുന്നു. അതിന്റെ മാത്സിന്റെ എക്സ്പ്ലനേഷൻ വീഡിയോ ആണ്. 7/10/2025 എക്സാം നടന്നത്. അപ്പൊ അതിലെ 10 മാത്സിന്റെ ചോദ്യങ്ങൾ എളുപ്പമുള്ളതായിരുന്നു. നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ടൊന്ന് നോക്കിയാലോ? നോക്കാം. യെസ്, ആദ്യത്തെ ചോദ്യം ഇതാണ്. പി എന്നത് പ്ലസിനെ, ക്യു എന്നത് മൈനസിനെ, ആർ എന്നത് ഇൻറ്റുവിനെ, എസ് എന്നത് ഡിവിഷനെ സൂചിപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ കണ്ടുപിടിക്കേണ്ട സാധനം 20p 32q അല്ലേ, 5r 10s2 ഇതിൻ്റെ വിലയാണ്. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 20 p എന്ന് പറഞ്ഞാൽ പ്ലസ് ആണ്, പ്ലസ് 32. q എന്ന് പറഞ്ഞാൽ മൈനസ് ആണ്, -5. r എന്ന് പറഞ്ഞാൽ ഇൻറ്റു ആണ്, ഇൻറ്റു 10. എസ് എന്ന് പറഞ്ഞാൽ ഡിവിഷനാണ്, ഡിവിഷൻ 2. ഇത് ചെയ്യാനാണ് ചോദ്യം. അപ്പോൾ ബോട്ട് മാസ് റൂൾ അനുസരിച്ച് ഇതിലെ ഡിവിഷൻ വേണം ആദ്യം ചെയ്യാൻ. അപ്പോൾ ഇതിൻ്റെ ഉത്തരം 5 കിട്ടും. ആണോ? ഒന്നുകൂടെ എടുത്ത് എഴുതുവാണെങ്കിൽ 20 + 32 - 5 × 5 എന്ന് വരും അല്ലേ. ഇനി ഇത് ചെയ്യണം അല്ലേ. അപ്പോൾ 20 + 32 - 25 എന്ന് വരും. ഇനി പ്ലസ് മൈനസ് മാത്രമാണെങ്കിൽ ഈ സൈഡിൽ നിന്ന് അങ്ങ് ചെയ്തു പോയാൽ മതി. പ്ലസ് ആദ്യം ചെയ്യണം എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്, പക്ഷെ അത് കാര്യമൊന്നുമില്ല. പ്ലസും മൈനസും ആണെങ്കിൽ ഇടത്ത് നിന്ന് വലത്തോട്ട് അങ്ങ് ചെയ്തു പോയാൽ മതി കേട്ടോ. 20ഉം 32ഉം കൂട്ടുമ്പോൾ 52, 52 - 25 നമ്മുടെ ഉത്തരം 27 എന്ന് വരും. 27 കണ്ടോ? സോ ആൻസർ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ഉത്തരം കേട്ടോ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. സിമ്പിൾ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു ക്യൂവിൽ കേശു പിന്നിൽ നിന്നുള്ള സ്ഥാനത്തെ എല്ല് കൊണ്ട് സൂചിപ്പിക്കുന്നു. 10ാമതാണ്. മുന്നിൽ നിന്നുള്ള സ്ഥാനത്തെ 6 കൊണ്ട് സൂചിപ്പിക്കുന്നു. 8ാമതാണ് എങ്കിൽ ആകെ എത്ര പേര് ക്യൂവിലുണ്ട്? ആണോ? പിന്നിൽ നിന്ന് 10ാമതും മുന്നിൽ നിന്ന് 8ാമതും ആണെങ്കിൽ ആകെ ആളുകളുടെ എണ്ണം കാണാൻ r + l, 6ഉം എല്ലും കൂട്ടിയിട്ട് 1 കുറയ്ക്കണം. 10 8ഉം കൂട്ടിയാൽ 18, 1 കുറയ്ക്കുമ്പോൾ നമ്മുടെ ഉത്തരം 17 എന്നാണ് വരുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് കേട്ടോ. പിന്നിൽ നിന്നുള്ള സ്ഥാനം 10, മുന്നിൽ നിന്നുള്ള സ്ഥാനം 8, എല്ലും 6ഉം തന്നിട്ട് ആകെ ആളുകളുടെ എണ്ണം കാണാൻ എല്ലും 6ഉം കൂട്ടിയിട്ട് 1 കുറച്ചാൽ മതി എന്നാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. ക്ലിയർ ആണോ മക്കളെ? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 3 മീറ്ററിൻ്റെ എത്ര ശതമാനമാണ് 90 സെൻറ്റിമീറ്റർ? 3 മീറ്ററിൻ്റെ എത്ര ശതമാനം എന്നല്ലേ? 3 മീറ്റർ എന്ന് പറഞ്ഞാൽ 300 സെൻറ്റിമീറ്ററാ മക്കളെ. 1 മീറ്റർ 100 സെൻറ്റിമീറ്ററാ. 1 മീറ്റർ 100 സെൻറ്റിമീറ്റർ. അപ്പം 3 മീറ്റർ 300 സെൻറ്റിമീറ്റർ. കേൾക്കുന്നുണ്ടോ? അപ്പോൾ ചോദ്യം 300 സെൻറ്റിമീറ്ററിൻ്റെ എത്ര ശതമാനമാണ് 90 സെൻറ്റിമീറ്റർ? 90 സെൻറ്റിമീറ്റർ 300 സെൻറ്റിമീറ്ററിൻ്റെ എത്ര ശതമാനമാണെന്നറിയാൻ 90 ÷ 300 × 100 ചെയ്യണം. ആണോ? ഈ 2 0 ഈ 2 0 പോകും. നമ്മുടെ ആൻസർ 30 എന്ന് കിട്ടും. 30% എന്ന് കിട്ടും. 30%. കണ്ടോ? ആൻസർ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ഉത്തരം. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ഉത്തരം. വ്യക്തമല്ലേ? ചെയ്തത് സംശയമൊന്നുമില്ലല്ലോ. യെസ്. അപ്പം 3 മീറ്ററിൻ്റെ എത്ര ശതമാനമാണ് 90 സെൻറ്റിമീറ്റർ എന്നാണ്. 3 മീറ്ററിൻ്റെ എത്ര ശതമാനമാണ് 90 സെൻറ്റിമീറ്റർ അല്ലേ? അപ്പം 3 മീറ്റർ 300 സെൻറ്റിമീറ്റർ. അപ്പം 300 സെൻറ്റിമീറ്ററിൻ്റെ എത്ര ശതമാനമാണ് 90 സെൻറ്റിമീറ്റർ എന്ന്? മക്കളെ, ഇവിടെ 300 സെൻറ്റിമീറ്ററിൻ്റെ എന്നല്ലേ, ആരെ ആധാരമാക്കിയാണോ പറയേണ്ടത് അയാളെ താഴെ എഴുതണം. അപ്പം 300 സെൻറ്റിമീറ്റർ എന്നുള്ളത് ഇവിടെ താഴെ എഴുതണം. കണ്ടോ? കാരണം 90 സെൻറ്റിമീറ്റർ 300 സെൻറ്റിമീറ്ററിൻ്റെ എത്ര ശതമാനമാണ്? അപ്പോൾ 90 / 300 × 100 ആണേ. നെക്സ്റ്റ് വൺ. ഒരു 2 അർദ്ധഗോളങ്ങളുടെ ആരങ്ങളുടെ അംശബന്ധം. അപ്പോൾ ആരങ്ങളുടെ റേഷ്യോ തന്നിട്ടുണ്ട്. 2 അർദ്ധഗോളങ്ങളുടെ ആരങ്ങൾ 3:4 എന്ന അംശബന്ധത്തിലാണ്. അങ്ങനെയാണെങ്കിൽ അവയുടെ വക്രതല വിസ്തീർണങ്ങളുടെ അംശബന്ധം. മക്കളെ, ആരങ്ങളുടെ അംശബന്ധം തന്നിട്ട് അവയുടെ വിസ്തീർണങ്ങളുടെ അംശബന്ധം ചോദിച്ചാൽ
അത് വക്രതലം ആയിക്കോട്ടെ, പാർശ്വതലം ഏതാണെങ്കിലും കുഴപ്പമില്ല, ഉപരിതലം ആയിക്കോട്ടെ, ഏത് ചോദിച്ചാലും നമുക്ക് ആരങ്ങളുടെ സ്ക്വയർ എടുത്താൽ മതി. 3² 4² ആണ് ഉത്തരം. അതായത് 9:16 ആണ് ഇതിൻ്റെ ഉത്തരം കേട്ടോ. അപ്പം ഒരു ഗോളത്തിൻ്റെ അല്ലെങ്കിൽ ഒരു അർദ്ധഗോളത്തിൻ്റെ ആരങ്ങളുടെ അംശബന്ധം തന്നിട്ട് അവയുടെ വിസ്തീർണങ്ങളുടെ അംശബന്ധം ചോദിച്ചാൽ അതിന് സ്ക്വയർ ചെയ്യണം. അവയുടെ വ്യാപ്തങ്ങളുടെ അംശബന്ധം ചോദിച്ചാൽ അതിന് ക്യൂബ് ചെയ്യണം. അപ്പം നമുക്ക് നോട്ട് ഇങ്ങനെ എഴുതാം. രണ്ട് ഗോളങ്ങളുടെ അല്ലെങ്കിൽ അർദ്ധഗോളങ്ങളുടെ രണ്ട് സെയിം ആണ് ഒരേ ആരങ്ങൾ A:B എന്ന അംശബന്ധത്തിലാണെങ്കിൽ അവയുടെ വിസ്തീർണങ്ങൾ A²:B² എന്ന അംശബന്ധത്തിലും അവയുടെ വ്യാപ്തങ്ങൾ A³:B³ എന്ന അംശബന്ധത്തിലുമായിരിക്കും. അങ്ങനെ നോട്ടൊന്ന് എഴുതി വെക്കണേ. രണ്ട് ഗോളങ്ങളുടെ അല്ലെങ്കിൽ അർദ്ധഗോളങ്ങളുടെ ആരങ്ങൾ A:B എന്ന അംശബന്ധത്തിലാണെങ്കിൽ അവയുടെ വിസ്തീർണങ്ങൾ A²:B² എന്ന അംശബന്ധത്തിലും അവയുടെ വ്യാപ്തങ്ങൾ A³:B³ എന്ന അംശബന്ധത്തിലുമായിരിക്കും. അപ്പൊ ഇവിടെ ആരങ്ങൾ 3:4 ആയതുകൊണ്ട് അവയുടെ വിസ്തീർണങ്ങൾ 3²:4², 9:16 എന്ന അനുപാതത്തിലാണ് കേട്ടോ. മുന്നോട്ട് പോവാം. അടുത്തത് ലെറ്റർ കണ്ടിന്യൂസ് പാറ്റേൺ എന്ന് പറഞ്ഞൊരു മോഡലാണ്. AAB, BBC, CCD. അടുത്തത് ഏത് വരും മക്കളെ? അടുത്തത് വരേണ്ടത് നോക്കിയേ. A 2 തവണ ആവർത്തിച്ചു പിന്നെ B 2 തവണ ആവർത്തിച്ചു പിന്നെ C 2 തവണ ആവർത്തിച്ചു പിന്നെ D. അപ്പൊ ഇനി D 2 തവണ ആവർത്തിക്കണം പിന്നെ E. DDE ആണ് ഉത്തരം കേട്ടോ. സോ നമ്മുടെ ആൻസർ DDE എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ ആണ്. എക്സാമിന് വന്ന ചോദ്യത്തിൽ ഈ ഉത്തരം ഇല്ലായിരുന്നു. ഈ ക്വസ്റ്റ്യൻ എക്സാമിന് വന്നത് ക്യാൻസൽ ആകും. ഞാൻ ആ ചോദ്യത്തെ ശരിയാക്കി എഴുതിയതാണ്. എക്സാമിന് ഈ ക്വസ്റ്റ്യൻ തെറ്റായിരുന്നു. DDD എന്ന ഓപ്ഷൻ ഇല്ലായിരുന്നു, ഓപ്ഷനിൽ ഇല്ലായിരുന്നു. അപ്പം ഞാനിത് കറക്റ്റ് ചെയ്ത് എഴുതിയതാണ് കേട്ടോ. ശരി, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 16.41% പകുതിയുടെ ദശാംശ രൂപം അല്ലെ? 16.41% പകുതിയുടെ ദശാംശ രൂപം. മക്കളെ 16.41% എന്നതിനെ നമുക്ക് ആദ്യം ഇതൊരു മിശ്ര ഭിന്നമല്ലേ? 16.41 എന്നത് വിഷമ ഭിന്നമാക്കാം ആണോ? അതിന് 16-4 കൂടെ ഗുണിക്കണം. 64 ഒന്നും 65/4% അല്ലേ? ആണ്. ഇനി 65/4, അതായത് 16.41% എന്ന് പറഞ്ഞാൽ 65/4%. ഇതിന്റെ പകുതിയുടെ ദശാംശ രൂപം അല്ലേ? ഇതിന്റെ പകുതി എന്ന് പറയുമ്പം 65/4 ÷ 2 ആണോ? അതായത് 65/8 എന്ന് വരും. അതായത് 2 തിരിഞ്ഞ് വരും, 1/2 എന്ന് വരും. ഇങ്ങനെ വരുവേ. 65/4 ഇൻറ്റു 2ൻ്റെ താഴെ 1 ഉണ്ടല്ലോ, 2/1 എന്നുള്ളത് 1/2 എന്ന് വരും. അപ്പോൾ 65/8 എന്ന് വരും. ഇത് 65/8% എത്ര എന്നാണ് കണ്ടുപിടിക്കേണ്ടത് കണ്ടോ? അതായത് ഈ പറഞ്ഞേക്കുന്നത് ഇത്രയാണ്. 16.41% പകുതി. 16.41% എന്ന് പറഞ്ഞാൽ 65/4%. അതിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ 65/4/2, അതായത് 65/8% കണ്ടുപിടിക്കണം. ഇനി നമ്മൾ പഠിക്കുന്നതാണ് x% എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം x/100 എന്നാണ്. അപ്പം 65/8% എന്ന് പറഞ്ഞ അർത്ഥം 65/8 ÷ 100 എന്നാണ്. ഓക്കെ, നമ്മൾ 65/8 ചെയ്യുമ്പം എത്ര കിട്ടും മക്കളെ? 8.125 എന്ന് കിട്ടും. /100 ചെയ്യാം. അപ്പം എത്ര കിട്ടും? 2 പോയിന്റ് ഇടത്തോട്ട് മാറ്റണം. 100-ന് 2 0 ആയിരുന്നു. 0.8125 എന്ന് ഉത്തരം കിട്ടും. ഓപ്ഷൻ ഏതാ കുഞ്ഞുങ്ങളെ കറക്റ്റ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ചെയ്ത രീതി വ്യക്തമാണോ? ചെയ്ത രീതി പക്കയാണോ? വ്യക്തമാണോ? ഓക്കെ, അപ്പോൾ ചെയ്തത് വേറൊന്നുമില്ല. ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. 16.41% പകുതിയുടെ ദശാംശ രൂപമാണ്. അപ്പോൾ ആദ്യം 16.41 ഒരു മിശ്ര ഭിന്നമായതുകൊണ്ട് വിഷമ ഭിന്നമാക്കി 65/4% എന്നാണ്.
ഇതിൻ്റെ പകുതി എടുത്തു 65/4/2 ആണോ, 2 താഴെ 2/1 ഇട്ടു. അപ്പോൾ 2 ഭിന്നസംഖ്യകളായി. ഇത് ഹരിക്കാൻ തിരിച്ചിട്ട് ഗുണിക്കണം എന്നറിയാം അല്ലേ. അപ്പോൾ 65/4 ഇൻറ്റു 2/1 തിരിച്ചിടുമ്പോൾ 1/2. അപ്പോൾ ഇത് 65/8 എന്ന് വരും ആണോ. അതാണ് ഈ 65/8%. ഇതിൻ്റെ ഇതിൻ്റെ ദശാംശ രൂപ എഴുതണം. 65/8%. മക്കളെ, ശതമാനത്തിൽ നിന്ന് മാറ്റാൻ 100 കൊണ്ട് ഹരിക്കണം. കാരണം x% എന്ന് പറഞ്ഞാൽ x/100 എന്ന അർത്ഥം. അപ്പോൾ 65/8% എന്ന് പറഞ്ഞാൽ 65/8/100 എന്ന്. അപ്പോൾ 65/8/100. ഇതിൽ 65/8 എത്രയാണെന്ന് നോക്കണം. അത് 8.125 ആണ് /100. അപ്പോൾ 0.08125 എന്ന് കിട്ടും കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു ക്ലോക്കിലെ സമയം തന്നിട്ടുണ്ട് 5:20 അല്ലേ. ഇതിലെ മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലെ കോണളവ് കാണാൻ 30h - 11/2 m ആണ് ഇക്വേഷൻ ആണോ. സോ 30 ഇൻറ്റു h എത്രയാണ് മക്കളെ 5 -11/2 ഇൻറ്റു m എത്രയാണ് മക്കളെ 20 കണ്ടോ. അപ്പം 150 മൈനസ് ഇതും വെട്ടി 10 110 40 ഡിഗ്രി എന്ന് കിട്ടും അല്ലേ. ആൻസർ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. എളുപ്പമല്ലേ? എളുപ്പമാണ്. ഓക്കെ, മുന്നോട്ട് പോവാം. ഒരു ത്രികോണത്തിൻ്റെ വശങ്ങൾ 3 സെൻറ്റിമീറ്റർ 4 സെൻറ്റിമീറ്റർ 5 സെൻറ്റിമീറ്റർ വീതമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. മക്കളെ, ത്രികോണത്തിൻ്റെ വശങ്ങൾ 3, 4, 5 ആണെങ്കിൽ അത് മട്ടത്രികോണമായിരിക്കും. ഒന്ന് പഠിച്ചു വെച്ചോണം കേട്ടോ. ത്രികോണത്തിൻ്റെ വശങ്ങൾ 3, 4, 5 ആണെങ്കിൽ അത് മട്ടത്രികോണമായിരിക്കും. 3, 4 അതിൻ്റെ കർണം ഹൈപ്പോട്ടിന്യൂസ് നീളം കൂടിയ വശമായിരിക്കും 5. അപ്പം 3, 4, 5 ആണ് ത്രികോണത്തിൻ്റെ വശങ്ങൾ എന്ന് പറഞ്ഞാൽ വേറൊന്നും ആലോചിക്കേണ്ട, അതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ മട്ടത്രികോണമാണ്. അപ്പോൾ ത്രികോണത്തിൻ്റെ വശങ്ങൾ 3, 4, 5 ആണെങ്കിൽ അതൊരു മട്ടത്രികോണമാണ്. അതിൻ്റെ നീളം കൂടിയ വശം 5 ആണ്. ബാക്കി 2, 3, 4 എവിടെ വേണമെങ്കിലും വരാം. ഇതിൻ്റെ വിസ്തീർണം കാണാൻ ചോദിച്ചാൽ എന്താ ഇക്വേഷൻ? ഏരിയ ½ ആണ് മക്കളെ ഇതിൻ്റെ ഏരിയ. ½ ആണ് ഇതിൻ്റെ ഏരിയ ആണോ. അപ്പോൾ ½ ഇൻറ്റു ബേസ് എത്രയാ 4, ഹൈറ്റ് എത്രയാ 3, എത്ര കിട്ടും ആൻസർ? 6 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും കേട്ടോ. നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. 6 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ ഏരിയ ½ ആണ്. ½ ഇൻറ്റു 4 ഇൻറ്റു 3 ആണോ. അതായത് 6 സെൻറ്റിമീറ്റർ സ്ക്വയർ, 6 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ എങ്ങനെയാണ് സാറേ ഇത് മട്ടത്രികോണമാണെന്ന് മനസ്സിലായേ മക്കളെ? വശങ്ങൾ 3:4:5 എന്ന റേഷ്യോയിൽ വന്നാൽ അത് മട്ടത്രികോണമായിരിക്കും. 3, 4, 5 6, 8, 10 9, 12, 15 ഇങ്ങനെയൊക്കെ വന്നാൽ ഇത് മട്ടത്രികോണമായിരിക്കും. നീളം കൂടിയ വശമായിരിക്കും. ഇവിടെ ഇതിൽ 5, ഇതിൽ 10, ഇതിൽ 15 കണ്ടോ. അപ്പോൾ ഏരിയ ആണ് ½ ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റാണ്. ഇതാണ് ബേസ്, ഇതാണ് ഹൈറ്റ്. അപ്പോൾ ½ ഇൻറ്റു BH. അപ്പോൾ ആൻസർ 6 കിട്ടും കേട്ടോ. നെക്സ്റ്റ് വൺ. ഓക്കെ, 3/5 ഇൻറ്റു 5/4 ഇൻറ്റു 7³ ഡിവൈഡഡ് ബൈ 21 ക്യൂബ് ഇൻറ്റു 25 സ്ക്വയർ. 21നെ 7 ഇൻറ്റു 3 സ്പ്ലിറ്റ് ചെയ്തൊക്കെ എഴുതി ചെയ്യാം. ഇനി തൽക്കാലം നമുക്കിതങ്ങ് എക്സ്പാൻഡ് ചെയ്ത് ചെയ്യാം. 3/5 എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എത്ര തവണ ഗുണിക്കണം? 5 തവണ. 5/4 എന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു 5 ഇൻറ്റു 5 ഇൻറ്റു 5 ആണോ. ഇൻറ്റു 7³ എന്ന് പറഞ്ഞാൽ 7 ഇൻറ്റു 7 ഇൻറ്റു 7 ശരിയാണല്ലോ. ഓക്കെ, താഴത്തെ എന്താ 21ൻ്റെ ക്യൂബ് 21 ഇൻറ്റു 21 ഇൻറ്റു 21, 25ൻ്റെ സ്ക്വയർ 25 ഇൻറ്റു 25 അല്ലേ മക്കളെ. ഓക്കെ, ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഈ 25ഉം ഈ 25ഉം വെട്ടാം, ഈ 25ഉം ഈ 25ഉം വെട്ടാം. ഓക്കെ, ഇത് ലാസ്റ്റത്തേത് ഏതാ? 7 ആണ്. 7³ അല്ലേ ആ. ഇനി ഈ 7ഉം ഈ 21ഉം വെട്ടാം 3 തവണ, ഈ 7ഉം ഈ 21ഉം വെട്ടാം 3 തവണ, ഈ 7ഉം ഈ 21ഉം വെട്ടാം 3 തവണ. ഓക്കെ, ഈ 3ഉം ഈ 3ഉം വെട്ടാം, ഈ 3ഉം ഈ 3ഉം വെട്ടാം, ഈ 3ഉം ഈ 3ഉം വെട്ടാം. പിന്നെ ആൻസർ എത്ര വരും? 9 എന്ന് വരും. 3 ഇൻറ്റു 3 9. ഓപ്ഷൻ എ ആണ് കറക്റ്റ്.
ഞാൻ എല്ലാം എക്സ്പാൻഡ് ചെയ്തിട്ട് അങ്ങ് ചെറുതാക്കി. ഒന്നുമില്ല. 3⁵5 എന്ന് പറഞ്ഞാൽ 5 തവണ 3 ഗുണിക്കുക എന്ന്, അല്ലേ? 5⁴ എന്ന് പറഞ്ഞാൽ 4 തവണ 5 ഗുണിക്കുക എന്ന്. 7³ എന്ന് പറഞ്ഞാൽ 3 തവണ 7 ഗുണിക്കുക എന്ന്. ഓക്കെ, ഡിവൈഡ് ബൈ 21³ എന്ന് പറഞ്ഞാൽ 21 × 21 21, 25ൻ്റെ സ്ക്വയർ 25 × 25. ഇത് 5 25 അല്ലേ? ആ 25 25 വെട്ടി. 5 25 അല്ലേ? 25 25 വെട്ടി. ഈ 7ഉം 21 വെട്ടി 3 തവണ, ഈ 7ഉം 21 വെട്ടി 3 തവണ, ഈ 7ഉം 21 വെട്ടി 3 തവണ. ഈ 3ഉം ഈ 3ഉം ഈ 3ഉം ഈ 3ഉം ഈ 3ഉം ഈ 3ഉം വെട്ടി ആൻസർ 9. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, 2 4 6 8 10 എക്സെട്ര ഈ ശ്രേണിയിലെ 20ാമത്തെ പദം കാണണം. ഇതൊരു സമാന്തര ശ്രേണിയല്ലേ? ഇതിൻ്റെ ആദ്യ പദം എന്ന് പറഞ്ഞാൽ 2, പൊതുവ്യത്യാസം എന്ന് പറഞ്ഞാൽ 2. കണ്ടുപിടിക്കേണ്ട എത്രാം പദമാണ് മക്കളെ? 20ാം പദം. T20 20ാം പദം ആണ്. 20 എന്തിട്ടെ 20ാം പദം കാണാനുള്ള ഇക്വേഷൻ a+n-1 × d എന്ന, അതായത് a+19d ആണ് 20ാം പദം കാണാനുള്ള ഇക്വേഷൻ. a2 + 19 × d. d എന്ന് പറഞ്ഞാൽ 2. 38 + 2 നമുക്ക് എത്ര കിട്ടും? ആൻസർ 40 എന്ന് കിട്ടും. ശരിയല്ലേ? അല്ലെങ്കിൽ ഇരട്ട സംഖ്യയല്ലേ? 20ാം പദം 40 ആയിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് ആൻസർ 40 എന്ന് കിട്ടും. ഇതാണ് ചോദിച്ച ചോദ്യങ്ങൾ. എളുപ്പമുള്ള ചോദ്യങ്ങളായിരുന്നു അല്ലേ? കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ. സിമ്പിൾ ചോദ്യങ്ങളായിരുന്നു. അപ്പോൾ താങ്ക് യു.